ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുസ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് പേരുടെ കമൻറ്റുകളുണ്ടായിരുന്നു. പിന്നെ അവർക്കാകെ കൺഫ്യൂഷനായിരുന്നു അന്നത്തെ റീഡിങ് കണ്ടിട്ട് എന്താണെന്നുള്ളത്. അവരുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ് ഇന്നലത്തെ റീഡിങ്ങിൽ എടുത്തത്. അപ്പോൾ കുറച്ച് പേർക്കാകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമെന്നാണോ അല്ലെങ്കിൽ തിരിച്ചു പോകുമെന്നാണോ റീഡിങ് അവർക്കാകെ കൺഫ്യൂഷനായിട്ട് തോന്നി. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത്, എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ജനറലായിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം കുറച്ച് ആൾക്കാരുടെ കറൻറ്റ് ഫീലിംഗ്, അവരുടെ പേഴ്സണിൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചു വരണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അന്ന് നിങ്ങളോടൊപ്പം കുടുംബമായിട്ട് താമസിക്കണം എന്നുള്ളതാണ്. കുറച്ച് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ മനസ്സിൽ നിന്നും ആ ആൾ പോയി കഴിഞ്ഞു. അവരൊരു യാത്രയിലേക്കായിരുന്നു, അവർ വേറെ ഒരു വിശാലമായ ഒരു ലോകത്തിലേക്ക് അവർ പോയി കഴിഞ്ഞു. അവർ പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്കുണ്ടായ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്കുണ്ടായ ട്രോമാസ്, അവരിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ് അവരെന്ത് ചെയ്തത്, നിങ്ങളെ വിട്ടു പോയത്. കുറച്ച് ആൾക്കാർക്ക് തിരികെ വരണം, വന്ന് ഫാമിലിയായിട്ട് താമസിക്കണം എന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ അവസ്ഥയാണ് ഇന്നലെ എടുത്ത റീഡിങ്. ഇനി കുറച്ച് ആൾക്കാർക്ക് നിങ്ങളോടൊപ്പം വന്ന് താമസിക്കണം, കുറച്ച് ഫാമിലിയായിട്ട് താമസിക്കണം, കുടുംബമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ മനസ്സിലാഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ അവർ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യമോട് പറഞ്ഞ്, ഇനി നിങ്ങളുടെ കറൻറ്റ് ഫീലിംഗ് അല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് അത് അവർ തിരിച്ചു വരണം, അവരോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അവർ നമ്മളെ വിട്ടിട്ട് പോയി, അതൊരു ശരിയാണ്. പക്ഷേ എങ്കിലും അവർ വീണ്ടും തിരികെ വരണം, അവരോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ ദിവസത്തെ ഇൻറ്റ്യൂഷനാണ് നമ്മൾ കാർഡുകളിലൂടെ വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് റെസിനേറ്റ് ആകില്ല. എല്ലാവർക്കും കാർഡ് കേൾക്കുമ്പോൾ അത് അനുകൂലമായിട്ടും തോന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പം അത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മനസ്സിൽ അങ്ങനെയൊരു സംഭവം, അങ്ങനെയൊരു റിലേഷനുള്ള വ്യക്തികൾക്കാണ് അത് കൂടുതലും എന്തായിട്ട് മാറുന്നത്, അനുകൂലമായിട്ട് മാറുന്നത്. ഇനി നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയറാക്കാം. ഇനി അഥവാ മാനസികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർക്ക് മൈൻഡ് ഹീലിംഗ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷനും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക, നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ഇതുവരെ കിട്ടിയ എല്ലാ നന്മകൾക്കും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗൈഡൻസ്, യൂണിവേഴ്സ് എന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തെല്ലാം നന്മകളാണെന്നുണ്ടാകാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ കാർഡ് കിട്ടിയിരുന്ന പേജ് ഓഫ് സോഡാണ്. അതായത് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്, നിങ്ങൾ നേരത്തെ ഉണ്ടായ എന്തോ ഒരു പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങളിപ്പോഴും എന്തായിട്ട് നിൽക്കുകയാണ്, പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്തോ പഴയ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നിങ്ങളുടെ കുറച്ച് ദിവസങ്ങളായിട്ട് കാലങ്ങളായിട്ടുണ്ടായിരിക്കുന്ന ട്രോമ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തോ നിങ്ങളൊരു വലിയൊരു കാര്യത്തെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഒരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്നില്ല. ഒരു സ്വന്തമായ രീതിയിൽ ഒരു തീരുമാനമെടുത്ത് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചരണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ മുന്നോട്ടല്ല നോക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്കല്ല നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞു പോയ കാലം, പാസ്റ്റ് ലൈഫിലേക്കാണ് ഇപ്പോഴും നോക്കി നിൽക്കുന്നത്. പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങളായിട്ടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. നമ്മൾ പേടിച്ചിരണ്ട് നിൽക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പേടിച്ചിരണ്ട് നിൽക്കണ്ട. നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ്,
എനിക്കനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ദിശയിലേക്ക് ഒരു കാറ്റ് വന്നാൽ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം വന്നാൽ മാത്രമേ ഞാനത് ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലെ ഒരു ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. അനുകൂലമാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണം. പ്രതികൂലമായതിനെയും നമ്മൾ അനുകൂലമാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസിൽ പലർക്കും അങ്ങനെ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കി പേടിച്ച് നിൽക്കണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് നിങ്ങൾക്കിന്ന് ഒരു കൂടിച്ചേരൽ, ഒരു റീയൂണിയൻ്റെ ഒരു കാർഡ് കൂടിയാണ്. അതായത് ഫാമിലിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ, ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് പൈസ ചിലവാകുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ വാഹന ഇടപാടുകളോ അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലൊരു എഗ്രിമെൻ്റ് എഴുതാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീട് മാറി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീട് മാറി പോകുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വീട് മാറി പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത് പൈസ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളിന്ന് വീട് മാറാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു നല്ല ഒരു സക്സസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ ആരുടെയൊക്കെ ഒരു നിഴൽ, ആരുടെയൊക്കെ ഒരു നോട്ടം നിങ്ങളിലേക്ക് കാണുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരുപാട് സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരുപാട് കൂടിച്ചേരൽ ഒരു ഫാമിലിയുമായിട്ടായാലും ഒരു കൂടിച്ചേരൽ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പക്ഷേ ആ കൂടിച്ചേരൽ പലർക്കും അതുണ്ടാകാം, പലർക്കത് കൂടിച്ചേരലല്ല. നിങ്ങളൊരു വീട് മാറി മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, നിങ്ങളൊരു വാഹനം വാങ്ങിക്കാനായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും രണ്ട് പേര് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് കാണിച്ചു തരുന്നത്. പക്ഷേ പൈസ സംബന്ധമായ രീതിയിൽ നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതുകയോ അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കടം കൊടുത്തിട്ടുള്ള പൈസ തിരികെ വാങ്ങിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാഷ്, ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഈഗോ അല്ലെങ്കിൽ ഒരു ക്ലാഷ്, ഒരു വഴക്കുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടിയാണ് നമുക്കിന്ന് ഗൈഡൻസ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എംപ്രസ് എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കുറച്ച് പേർക്കെങ്കിലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ, അതായത് സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വില കൂടിയ സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇന്നുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരുപാട് സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഇന്ന് ആഭരണങ്ങളോട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കോസ്മെറ്റിക് സാധനങ്ങളോടൊക്കെ വളരെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അത് മേടിക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന സ്ത്രീകളുണ്ടാകാം. അപ്പം അവർക്കൊക്കെ ഇന്നത് മേടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു അധികാരത്തിൻ്റേതായിട്ടുള്ള ഒരു പവർ നിങ്ങളുടെ കയ്യിലാണ്, എല്ലാം ഞാനാണ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്, എനിക്ക് പലതും നേടാനായിട്ട് സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മനസ്സിലുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങളിന്ന്. അത് ഏത് കാര്യങ്ങളിലൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അത് നമ്മൾ പൂർണ്ണമായ രീതിയിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിച്ച് രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതുപോലെ നിങ്ങളുടെ അടുത്ത് പള്ളികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി തന്നെ നിങ്ങളുടെ രഹസ്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആഭരണങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഈ ഡയമണ്ട് ആഭരണങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്.
അടുത്ത് നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് സൺ കാർഡാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഒരുപാട് അനുകൂലമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പലർക്കും ഇന്ന്. അപ്പോൾ നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. മക്കളുമായിട്ടും അല്ലെങ്കിൽ കുടുംബമായിട്ടും ഒക്കെ ഒരുപാട് ആശയവിനിമയം നടത്താനും യാത്രകൾ പോകാനും ഒക്കെ കഴിയുന്നൊരു ദിവസമാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകാൻ കഴിയുന്നൊരു ദിവസമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്നൊരു ദിവസമാണ്. പുതിയ പുതിയ കുഞ്ഞുങ്ങൾ പുതിയ പുതിയ രീതിയിലുള്ള സാധനങ്ങൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ പുതിയ കുഞ്ഞുങ്ങളുടെ ഒരു 28 അല്ലെങ്കിൽ പുതിയ കുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ ഒക്കെയുള്ള പുതിയ കുട്ടികളുടെ ഒരു ജനനം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടവരുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരുപാട് യാത്രകൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഒരുപാട് സമൃദ്ധിയുടെ ഒരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്കൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഏതെങ്കിലും ഒക്കെ കടുംപിടുത്തമുള്ളവരാണെങ്കിൽ പോലും അവർക്കൊന്നൊരു വിട്ടുവീഴ്ച മനോഭാവം, ഒരു അയഞ്ഞ ഒരു മനോഭാവം എന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവരുടെ മനസ്സിലുടനീളം ഇന്നൊരു അയഞ്ഞ ഒരു പ്രകൃതമായിരിക്കും ഇന്നുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാനായിട്ടുണ്ടാകാം. നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകാം ഇന്ന്. അപ്പം നമ്മളത് വെയിറ്റിങ്ങിലായിരിക്കും. അതിനൊരു നല്ലൊരു സമയം വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കുമല്ലോ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു നല്ലൊരു ദിവസം കൂടിയാണ് ഇന്ന് എന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നല്ലതായിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് നമുക്ക് സൺ കാർഡ് തന്നെ വന്നേക്കുന്നത്. അടുത്ത നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് സോഡാണ് വന്നേക്കുന്നത്. 2 ഓഫ് സോഡിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക, കണ്ണ് കെട്ടിയിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളിന്ന് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ മനോഭാവത്തോടു കൂടി നിങ്ങളെ മാത്രമാണ് നിങ്ങളിന്ന് സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകാം. അവരെ മാത്രമാണ് അവർ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് എപ്പോഴും ഒരു ശക്തി, ഒരു പ്രപഞ്ചശക്തി, ഒരു വെളിച്ചം, ഒരു തെളിച്ചമൊക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തിലുണ്ടാകും. നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു കണികയെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ കാണുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തെ മാത്രം നമ്മൾ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചുകൊണ്ട് നമ്മൾ കണ്ണും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് മറ്റുള്ളവരെ അറിയണ്ട, മറ്റുള്ളവരെ എനിക്ക് കാണണ്ട, അവരെ എനിക്ക് സ്നേഹിക്കേണ്ട എന്നുള്ള രീതിയിൽ എന്നെ മാത്രം ഞാൻ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. നമുക്കൊരു സെൽഫ് ലവ് എപ്പോഴും നമ്മളോട് ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിനെയും നമ്മുടെ പ്രപഞ്ചത്തെയും മറ്റുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൈ കെട്ടിയിരുന്നിട്ട് കാര്യമില്ല, കണ്ണ് കെട്ടിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഹൃദയത്തെ മാത്രം സംരക്ഷിച്ചിട്ടും കാര്യമില്ല. നിങ്ങളെല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രകാശം, ഒരു വെളിച്ചം ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ്, എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. പലതിൽ നിന്നും ഒഴിവായി മാറി നിൽക്കുക, തെന്നി മാറി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ആൾക്കാരുടെ ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നൊരു ദിവസം കൂടിയാണ്. ഒരു കാർമിക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു കാർമിക് സിറ്റുവേഷനുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും ഒരു കർമ്മ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കഴിഞ്ഞു വന്നത് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാർമിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ്. നമ്മൾ പറയില്ലേ, നമുക്ക് സമയം മോശമാണ്, എനിക്ക് ഗ്രഹപ്പിഴയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ സമയം മോശം അല്ലെങ്കിൽ നമ്മുടെ ജനനത്തിൽ, നമ്മുടെ നാളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറേ ദശാസന്ധികളുണ്ട്, ദുർഘടഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതൊക്കെ നമ്മുടെ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷനാണ്, കാർമിക്കായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് വരുന്നത്. നമുക്ക് ശനിദശ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നില്ലേ, ശനിയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക്
ഈ ഒരു സമയം വ്യാഴമാറ്റത്തിൻ്റെ സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അവരുടെ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്, എൻ്റെ ആകുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങും. നിങ്ങളൊരു പുതിയൊരു തുടക്കം എന്തിനു വേണ്ടിയും ജീവിതത്തിലേക്കായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ടായാലും പുതിയ ജോലി തുടങ്ങാനായിട്ടായാലും ബിസിനസ് ആയാലും വിദേശത്തേക്ക് പോകാനായിട്ടായാലും എന്തിനായാലും ഉള്ള ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ ആകണമെന്നില്ല, കുറച്ച് ആളുകൾക്ക് മാത്രമേ അതാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിച്ചോ, നിങ്ങളുടെ കർമ്മ തീർന്നോ, നിങ്ങളുടെ ഗ്രഹപ്പിഴകൾ മാറിയോ, ദശാസന്ധി മാറിയോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിലുള്ള റീഡിംഗാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ കർമ്മ അവസാനിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഒരുപാട് ദുർഘടഘട്ടങ്ങളിലൂടെ കടന്ന് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, കുറച്ച് അവരുടെ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കാർമ്മിക് സിറ്റുവേഷൻ അവസാനിക്കുന്ന ആ ഒരു സമയത്ത് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ടാരോ റീഡിങ് നിങ്ങളിലേക്ക് എത്തുന്നത് അവിചാരിതമായിട്ടായിരിക്കാം നിങ്ങളിത് കേൾക്കാനായിട്ട് ഇടവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങളുടെ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ മാറി പുതിയൊരു ഒരു ചവിട്ടുപടിയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ണ് കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. പൈസയുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും പലരും പഴയ കാര്യത്തിലാണ്, പഴയ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവർ പുതിയൊരു ലോകത്തിലേക്ക് വന്നിട്ടില്ല. അവർ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് പാടില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് പറയുന്നത്. സൺ കാർഡ് നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ എംപ്രസിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ പോകുന്നവർ ശ്രദ്ധിച്ച് തന്നെ പോവുക എന്നുള്ളതാണ്. ഒരുപാട് രഹസ്യ സ്വഭാവങ്ങളും ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ആരാധനാലയത്തിലാണോ വിശ്വസിക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. പിന്നെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു കാർഡാണ്. നിങ്ങളുടെ ഒരു ഘട്ടം, നിങ്ങളുടെ ലൈഫ് ജീവിതത്തിൻ്റെ ഒരു വലിയൊരു കാർമ്മികമായിട്ടുള്ള ഘട്ടം, കാർമിക് സൈക്കിൾ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് പേർക്ക് അത് റെസനേറ്റ് ആവുകയുള്ളൂ. കാരണം അവരുടെ ആ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവരിലേക്കായിരിക്കും ഈ ടാരോ റീഡിംഗ് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തിനും ഓരോ കാരണങ്ങളുണ്ടാവുമല്ലോ, നമ്മൾ ഓരോന്ന് കാണാനും അത് ചെയ്യാനും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓരോരോ സാഹചര്യങ്ങളാണ്, നമ്മുടെ ആ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് ഏതെങ്കിലും കാർഡുകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസവുമായിട്ട് ഇന്നത്തെ ഗൈഡൻസുമായിട്ട് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം, എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.